ഞാൻ നാളെ ഡ്യൂട്ടിക്ക് ഉണ്ടാകില്ല കേട്ടോ. നോക്കിക്കോണേ. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദ് ആ രാത്രി വീട്ടിലേക്ക് പോകും മുൻപ് സഹപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. യൂണിഫോം മാറ്റി മാഞ്ഞൂരിലെ 3 മക്കളുടെ അടുത്തേക്ക് യാത്ര തിരിച്ച ശ്യാം പ്രസാദ് പിന്നീട് സ്റ്റേഷന്റെ പടികടന്നെത്തിയില്ല. ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ജിബിൻ ജോർജിന്റെ ആക്രമണത്തിൽ ഫെബ്രുവരി 4-ാം തീയതി പുലർച്ചെ ശ്യാം പ്രസാദ് മരണത്തിന് കീഴടങ്ങി. പോലീസാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചവിട്ടിയത്. പലതവണ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. തെള്ളകത്ത് ശ്യാം പ്രസാദിനെ ചവിട്ടിക്കൊന്ന കേസിലെ പ്രതി ജിബിൻ പോലീസിനോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. കേസിൽ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ കുറ്റബോധം ലവലേശം ഉണ്ടായിരുന്നില്ല ജിബിന്റെ മുഖത്ത്. പുറത്ത് ക്യാമറക്കാരെ കണ്ടതോടെ മുഖവും മുടിയും മിനുക്കി റെഡിയായി. പിന്നീട് നടന്നതോരോന്നും കൃത്യമായി പോലീസിനോട് പറഞ്ഞു. എല്ലാം കീറുകൃത്യം. കോട്ടയം പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലെ പ്രധാനിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ. കള്ള്, കഞ്ചാവ്, അടിപിടി എന്നുവേണ്ട സകല കേസുകളിലും പോലീസിന്റെ നോട്ടപ്പുള്ളി. വധശ്രമം ഉൾപ്പെടെയുണ്ട് സ്വന്തം പേരിൽ. കഴിഞ്ഞ ആഴ്ച കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ കാരിത്താസ് ആശുപത്രിക്ക് സമീപമായിരുന്നു ജിബിന്റെ ഒടുവിലത്തെ അക്രമം. അതിനിരയായത് പാവപ്പെട്ട ഒരു പോലീസുകാരനും. കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്യാം പ്രസാദ്. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബം താമസിക്കുന്നത് മാഞ്ഞൂരിലാണ്. രാത്രി ഏറെ വൈകിയിരുന്നു. കുടമാളൂരിൽ ഗാനമേള നടക്കുന്ന സ്ഥലത്ത് വടിവാളുമായി ഒരു സംഘം നിൽപ്പുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് SHO പ്രശാന്ത് കുമാറിനൊപ്പം പുറപ്പെട്ടതാണ്. ഗുണ്ടകളെ വിരട്ടിയോടിച്ച് പ്രശാന്ത് കുമാറിനെ തിരികെ വീട്ടിലും എത്തിച്ചു കഴിഞ്ഞപ്പോൾ പുലർച്ചെ 1 മണിയായി. റെസ്റ്റ് റൂമിലെത്തി യൂണിഫോം മാറ്റി നേരെ വീട്ടിലേക്ക്. കോട്ടയത്ത് നിന്ന് ഏകദേശം അരമണിക്കൂറോളമുണ്ട് മാഞ്ഞൂരിലേക്ക്. ഇടയ്ക്ക് സംക്രാന്തി ജംഗ്ഷനിൽ എത്തിയപ്പോഴുണ്ട് ഇവിടെയുള്ള തട്ടുകടയിൽ സംഘർഷം. സ്റ്റേഷനിലെ സ്ഥിരം പുള്ളിയായ ജിബിനാണ് വഴക്കുണ്ടാക്കുന്നത്. കടയടയ്ക്കാൻ സമ്മതിക്കാതെ മുന്നിൽ കസേരയിട്ടിരിക്കുകയാണ് ജിബിൻ. വലിയ രീതിയിൽ ആക്രോശിക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വണ്ടി നിർത്തി ശ്യാം പ്രസാദ് കാര്യം തിരക്കി. ശ്യാം പ്രസാദിനെ നേരത്തെ പരിചയമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ കടയുടമ സാലി ജിബിൻ ഇവിടെ അക്രമം നടത്തുന്നു എന്ന കാര്യം ഇദ്ദേഹത്തോട് പറഞ്ഞു. തുടർന്ന് ഇനി അക്രമം ഉണ്ടാക്കിയാൽ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോകുമെന്ന് ശ്യാം പ്രസാദ് ജിബിന് മുന്നറിയിപ്പ് നൽകി. ജിബിൻ വഴക്കുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനിടയിൽ ശ്യാം പ്രസാദ് പകർത്തി. ഇതോടെ ജിബിൻ പ്രകോപിതനായി. താൻ പോലീസാണെങ്കിൽ എനിക്ക് എന്നാ എന്ന് ആക്രോശിച്ച് ജിബിൻ ശ്യാം പ്രസാദിന് നേരെ തിരിഞ്ഞു. വണ്ടിയിൽ നിന്ന് ശ്യാമിനെ ജിബിൻ തള്ളി താഴെയിട്ടു. താഴെ വീണ ശ്യാം പ്രസാദിന്റെ നെഞ്ചിൽ ഇയാൾ ആഞ്ഞു ചവിട്ടി. ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല ജിബിന്. സർവ്വശക്തിയും എടുത്ത് ചവിട്ടിയ ആ ചവിട്ടാണ് ശ്യാം പ്രസാദിന്റെ ജീവനെടുത്തത്. മർദ്ദനമേറ്റ് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം. ജിബിന്റെ ആക്രമണത്തിൽ നിന്ന് കുതറിയോടിയ ശ്യാം പ്രസാദ് എത്തിയത് അതുവഴി പട്രോളിങ്ങിനിറങ്ങിയ കുമരകം CIയുടെ ജീപ്പിന് മുന്നിലായിരുന്നു. അവൻ എന്നെ ചവിട്ടി എന്ന് ഓടിയണച്ച് ശ്യാം പ്രസാദ് പറഞ്ഞൊപ്പിച്ചു. ശ്യാം പ്രസാദിനെ തിരിച്ചറിഞ്ഞ് പോലീസ് വെള്ളം കൊടുക്കുന്ന സമയം കൊണ്ട് ജിബിൻ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ മിനിറ്റുകൾക്കുള്ളിൽ ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു. കട അടയ്ക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കം മാറിയത് കണ്ട് നിങ്ങൾ കടയടച്ചോളൂ എന്ന് ശ്യാം പ്രസാദ് കടയുടമയെ ആശ്വസിപ്പിച്ചു. പക്ഷേ അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ. ജീപ്പിലേക്ക് കയറിയ ശ്യാം പ്രസാദ് പൊടുന്നനെ കുഴഞ്ഞു വീണു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കാരിത്താസ് ആശുപത്രിയിലേക്ക് ജീപ്പ് പാഞ്ഞെങ്കിലും ഒരു യാത്രാമൊഴിക്ക് പോലും കാക്കാതെ ശ്യാം പ്രസാദ് കണ്ണടച്ചു. ആരോടും ഒരു വഴക്കിന് പോലും പോകാത്ത പ്രകൃതമായിരുന്നു ശ്യാം പ്രസാദിൻ്റേത്. വെസ്റ്റ് ഓഫീസ് SHO പ്രശാന്ത് കുമാറുമായി നല്ല അടുപ്പമാണ്. അടുത്തിടെ തൻ്റെ ഒരു അടുത്ത സുഹൃത്ത് മരിച്ചത് ശ്യാമിന് വല്ലാത്ത ഞെട്ടലുണ്ടാക്കി. അത് പ്രശാന്ത് കുമാറിനോട് പറയുകയും ചെയ്തു. അന്ന് അതിനോട് ചേർത്ത് ശ്യാം പ്രസാദ് പറഞ്ഞ വാക്കുകൾ ഇടിത്തി പോലെ മുഴങ്ങുകയാണ് ഇപ്പോൾ പ്രശാന്ത് കുമാറിൻ്റെ കാതിൽ. നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുക? ഞാൻ മരിച്ചാൽ സാർ എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യരുത്, ഞാൻ വിളിക്കും. ശ്യാമിൻ്റെ ചോദ്യങ്ങൾക്ക് മരണമൊക്കെ ദൈവം തീരുമാനിക്കുമെന്ന് മറുപടി പറഞ്ഞ് പ്രശാന്ത് കുമാർ അന്ന് വിഷയം മാറ്റി. പക്ഷേ എന്തോ വരാനിരിക്കുന്നുവെന്ന് ശ്യാം മുൻകൂട്ടി കണ്ടിരുന്നു എന്നൊക്കെ തോന്നുകയാണിപ്പോൾ പ്രശാന്ത് കുമാറിന്. കാലം എത്ര കഴിഞ്ഞാലും ശ്യാമിൻ്റെ നമ്പർ ഫോണിൽ നിന്ന് മായ്ക്കില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. അവൻ എന്നെ വിളിക്കുമെന്ന് സ്വരമിടറി വിതുമ്പുന്നുണ്ട്. KSRTC കണ്ടക്ടറായിരുന്നു ശ്യാം പ്രസാദ്. പിന്നീടാണ് പോലീസിൽ ജോലി കിട്ടുന്നത്. കഷ്ടപ്പാടുകൾ ഏറെയുള്ള ഒരു ഇടത്തരം കുടുംബം. ഇടുങ്ങിയ ചെറിയ വീട്ടിലാണ് ശ്യാമും ഭാര്യയും 3 മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബം കഴിയുന്നത്. ചെറുതെങ്കിലും സ്വന്തമായൊരു വീട് എന്നതായിരുന്നു ശ്യാമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ അതുണ്ടാകും വരെ നീണ്ടില്ല ശ്യാമിൻ്റെ ജീവിതം. നാടെങ്ങും പെരുകുന്ന ഗുണ്ടായിസം ഒടുവിൽ ശ്യാം പ്രസാദ് എന്ന പോലീസുകാരൻ്റെയും ജീവനെടുക്കുമ്പോൾ ബാക്കിയാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആർക്കാണ് ഇന്നാട്ടിൽ സുരക്ഷയുള്ളത്? ആരെയാണ് വിശ്വസിക്കേണ്ടത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകുന്ന പോലീസിന് നേരെ പോലും കയ്യോങ്ങുന്നവരെ ആര് തടയാനാണ്?